അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലിലൊക്കെ പറയുന്നില്ലേ, അതേപോലെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഈ ഒരു വണ്ടിക്ക് റെഡ് റൂസ്റ്ററിൻ്റെ എക്സോസ്റ്റ് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഹോണ്ട ഹൈനസ് ആണ് വണ്ടി. അപ്പോൾ ഈ വണ്ടിയിലുള്ളത് കമ്പനി സൈലൻസറാണ്. അപ്പോൾ നമ്മളിത് ചേഞ്ച് ചെയ്തിട്ട് റെഡ് റൂസ്റ്ററിൻ്റെ സൈലൻസർ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. കുറച്ച് ശബ്ദം കുറവുണ്ട് എന്നാണ് കസ്റ്റമറിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ശബ്ദമുള്ള എക്സോസ്റ്റിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് എക്സോസ്റ്റ് തന്നെയാണ് റെഡ് റൂസ്റ്റർ. അപ്പോൾ അതാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു എക്സോസ്റ്റ് ആണ് ഈ ഒരു വണ്ടിക്ക് ഫിറ്റ് ചെയ്യാൻ പോണത്. റെഡ് റൂസ്റ്ററിൻ്റെ ഹൈ പെർഫോമൻസ് എക്സോസ്റ്റ് ആണ്. RRP പെഗാസസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫോർ ഹോണ്ട. അങ്ങനെ ഹോണ്ടക്ക് മാത്രമായിട്ടുള്ള റെഡ് റൂസ്റ്ററിൻ്റെ ഹൈ പെർഫോമൻസ് എക്സോസ്റ്റ് ആണ്. ഈ ഒരു എക്സോസ്റ്റ് ഫിറ്റ് ചെയ്യുന്നതോടുകൂടി നല്ലൊരു പെർഫോമൻസും അതുപോലെ തന്നെ DB കില്ലറുള്ളതോട്ട് നമുക്ക് സൗണ്ട് കുറക്കും കൂട്ടുകയൊക്കെ ചെയ്യുക. ഹൈ പെർഫോമൻസും പിന്നെ കിടിലൻ ശബ്ദം. അപ്പോൾ സൈലൻസർ അഴിക്കാൻ പോകട്ടെ. പഴയ സൈലൻസറിന് ഒരു കംപ്ലയിൻ്റ് ഒന്നുമില്ല, എന്നാലും കസ്റ്റമറിൻ്റെ ഒരു പാഷനാണ് ഇങ്ങനെ ഓരോ ആക്സസറീസൊക്കെ ഫിറ്റ് ചെയ്യാന്നുള്ളത്. അതാണ് നമ്മുടെ കടയുടെ വിജയം. അപ്പോൾ അത് അഴിച്ചെടുത്തു. ഇനി നമ്മൾ ഈ പാക്കിൽ നിന്ന് പുതിയ സൈലൻസർ ഫിറ്റ് ചെയ്യും. ഈ വണ്ടിക്ക് ഒരുപാട് ഫിറ്റിങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് കസ്റ്റമർ അഴിച്ച് വെച്ചേക്കണം. ഇവിടെ നമ്മൾ ജെറിക്കാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലഗേജ് കാരിയറിൽ ടോപ്പ് ബോക്സ് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പ്ലേറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഷോപ്പത്തെ എല്ലാ സാധനങ്ങളും നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ കേട്ടോ ആൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ മോട്ടോ ടോർക്കിൻ്റെ ഒരു ക്രാഷ് ഗാർഡ് വിത്ത് സ്ലൈഡർ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള വീഡിയോസും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പാക്ക് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോണ്ടയുടെ സൈലൻസർ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കസ്റ്റമർ പറഞ്ഞപ്പോൾ നമ്മൾ റെഡ് റൂസ്റ്ററിൻ്റെ നമ്മൾ കൊണ്ടുവരിക ചെയ്തത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വിത്ത് DB കില്ലറാണ്. ഈ ഒരു ഷേപ്പാണ് സൈലൻസറിനുള്ളത്. ഇതാ അതിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി ടൂൾസ് ഇതെന്താ വെച്ചാൽ അതിൻ്റെ ഹീറ്റ് ഷീൽഡ് അതിൻ്റെ പുറത്ത് വയ്ക്കുന്ന ഹീറ്റ് ഷീൽഡ് എല്ലാ സംഭവം ഉണ്ട്. അതിൻ്റെ എക്സ്റ്റൻഷൻ പൈപ്പ് അതുപോലെ തന്നെ ഈ കീ ചെയിന് പിന്നെ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബുക്കും ഉണ്ട്, മാനുവൽ ബുക്ക് പോലത്തെ ഗ്യാരണ്ടി കാർഡാണ് കേട്ടോ. RRP പെഗാസസ് എക്സോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗ്യാരണ്ടി കാർഡും ഈ ബോക്സിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് വേണ്ട, നമ്മുടെ സ്റ്റാഫ് അത്രയും ഈസി ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്യും. നമ്മുടെ ഷോപ്പിൽ ഒരുപാട് റെഡ് റൂസ്റ്ററൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോസൊക്കെ ഇപ്പോഴാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് തൊട്ട് നമ്മളപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ അതിൻ്റെ കവറൊക്കെ പൊട്ടിക്കുക കേട്ടോ. കാണാനൊക്കെ നല്ല രസമുണ്ട് ഇങ്ങനെ കവർ പൊട്ടിക്കണമൊക്കെ കാണാൻ. നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷൻ പൈപ്പാണ് ബെൻ പൈപ്പിലോട്ട് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ ആ ഒരു റെഡ് റൂസ്റ്ററിൻ്റെ എക്സോസ്റ്റ് ഫിറ്റ് ചെയ്യുക. ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ കേട്ടോ. അതൊക്കെ ആ ബോക്സിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാമ്പ് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്യും. ഇതിലത്തെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഫിറ്റ് ചെയ്തിട്ട് നട്ടൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ ഈ ഒരു ഷീൽഡ് ഫിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സൗണ്ടൊന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. ഫിറ്റ് ചെയ്യൽ കഴിഞ്ഞു. ടൈറ്റ് ചെയ്തോ? ടൈറ്റൊക്കെ ചെയ്തു. ഇനി ഇതിൻ്റെ ശബ്ദം നമ്മൾ ജസ്റ്റ് നോക്കുകയാണ്. ഇപ്പോൾ DB കില്ലർ ഊരിയതിന് ശേഷം വേറെ ശബ്ദമായിരിക്കും. സൗണ്ട് കുറച്ച് കുറയും. ഓട്ടോമേഷൻ്റെ
വീഡിയോസും ഈ ശബ്ദമൊക്കെ കേൾപ്പിച്ച് തരുന്നുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ വർക്ക്ഷോപ്പ് വീഡിയോസിന് വരുന്നുണ്ട്. നമ്മൾ ഇളക്കിയെടുത്തു. ഇതാണ് ആ ഒരു DB കില്ലർ എന്ന് പറയുന്ന സംഭവം. അത്യാവശ്യം ഹീറ്റ് ആയിട്ടുണ്ടാവും ചിലപ്പോൾ. കില്ലർ അഴിച്ചാലാണ് കേട്ടോ നല്ല ശബ്ദമുള്ളത്. ഞാൻ വിചാരിച്ചത് DB കില്ലർ വെച്ചാലാണ് നല്ല ശബ്ദം എന്നാണ്. അതാണ് ഞാൻ DB കില്ലർ അഴിച്ചിട്ടുള്ള മൈൽഡ് വോയിസ് എന്ന് പറഞ്ഞത്. പക്ഷേ DB കില്ലർ അഴിച്ച ശബ്ദം നിങ്ങൾ കേട്ടില്ലേ, നല്ല നല്ല പവർ, നല്ല നമുക്ക് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ടൈറ്റിങ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ്, ശബ്ദവും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ DB കില്ലർ അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റമർ വന്നിട്ട് നമ്മൾ ശബ്ദമൊക്കെ ഒന്ന് കേൾപ്പിച്ച് കൊടുത്തതിന് ശേഷം DB കില്ലർ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടിയുടെ എല്ലാ ആക്സസറീസും നമ്മുടെ ഗാരേജ് 51 നിന്നാണ് ചെയ്തിട്ടുള്ളത്. ഗാരേജ് 51 സ്ഥിരം കസ്റ്റമർ കേട്ടോ ഈ വണ്ടിയുടെ ഓണർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതേതാ റെഡ് റൂസ്റ്ററിൻ്റെ വേറൊരു പെട്ടി പുതിയത് പൊട്ടിക്കാത്തതെന്ന്. കാരണം ഓൾറെഡി നമ്മൾ റെഡ് റൂസ്റ്ററിൻ്റെ ഒരെണ്ണം ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഷോപ്പിൽ 2 റെഡ് റൂസ്റ്ററാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക്കാണ്, റീബോൺ ക്ലാസിക്കാണിത്. അപ്പോൾ ഇതിന് നമ്മൾ റെഡ് റൂസ്റ്റർ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ 2 വീഡിയോ 2ലും ഫിറ്റ് ചെയ്യാൻ പറ്റിയത് വലിയൊരു കാര്യമായി. അപ്പോൾ എന്താ വെച്ചാൽ ഒരുമിച്ച് തന്നെ വീഡിയോ എടുക്കാൻ പറ്റി. നമ്മുടെ റെഡ് റൂസ്റ്റർ RRP പോളിസ്റ്റാർ പ്രോ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫോർ റോയൽ എൻഫീൽഡ്, ആ ഒരു റെഡ് റൂസ്റ്ററാണ് നമ്മളിതിന് ഫിറ്റ് ചെയ്യാൻ പോണത്. ഇത് റോയൽ എൻഫീൽഡ് മീറ്റിയോ 350 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ റെഡ് റൂസ്റ്റർ തന്നെ നമുക്ക് ഈ ഒരു റീബോണിലും അറ്റാച്ച് ചെയ്യാൻ പറ്റും. റോയൽ എൻഫീൽഡ് അതായത് റീബോൺ ക്ലാസ്സിന് ഫിറ്റ് ചെയ്യാൻ പോകുന്ന RRP റെഡ് റൂസ്റ്ററിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 10,750 ആണ്. അതേസമയം നമ്മൾ ഈ ഒരു ഹോണ്ട ഹൈനസിന് ഫിറ്റ് ചെയ്ത റെഡ് റൂസ്റ്ററിൻ്റെ MRP എന്ന് പറയുന്നത് വെറും 9,999, അതായത് ഓൾമോസ്റ്റ് ഒരു 10,000 ആ ഒരു റേഞ്ച് വരുന്നുള്ളൂ. നമ്മളിവിടെ ഫിറ്റിംഗ് ഒന്നും എക്സ്ട്രാ വാങ്ങുന്നില്ല. ആക്സസറീസ് ആകുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഫ്രീ ഫിറ്റിംഗ് തന്നെയാണ് ചെയ്ത് കൊടുക്കാറ് നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന്. അപ്പോൾ നമ്മൾ റെഡ് റൂസ്റ്ററും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു വണ്ടി റാമ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു വണ്ടി റാമ്പിലോട്ട് കയറ്റും. എന്നിട്ട് കൈയോടെ ആ വണ്ടിയിലും നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി ആ വീഡിയോ കൂടി കാണാം. നമ്മൾ ഈ വണ്ടി റാമ്പിൽ നിന്ന് ഇറക്കാൻ പോവുകയാണ്. ഈ വണ്ടി ഇറക്കിയതിന് ശേഷം നമുക്ക് ഇനി ആ പച്ചവണ്ടി കൂടി റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് റീബോൺ ക്ലാസിക്കിനും റെഡ് റോസ്റ്ററിനും നമ്മൾ ഫിറ്റ് ചെയ്യണം. ഇത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ടോപ്പ് ബോക്സ് ഫിറ്റ് ചെയ്യാൻ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടോപ്പ് ബോക്സ് കസ്റ്റമർ കൊടുക്കുന്നതാണ്, നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിക്ക് സ്യൂട്ട് ആവുന്നില്ല. ക്ലാമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് വേണം ഫിറ്റ് ചെയ്യാനെന്നാണ് അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയ പെട്ടി കേട്ടോ, ചെറിയ ടോപ്പ് ബോക്സാണ്. നമ്മളിനി അടുത്ത വണ്ടിക്ക് റെഡ് റൂസ്റ്റർ ഫിറ്റ് ചെയ്യാൻ പോവാണ്, റീബോൺ ക്ലാസിക്. ഇതിൻ്റെ ബാക്ക് ടയർ നമ്മൾ റേസ് തന്നെ കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ടയറും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ടയറും ഇന്ന് മാറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഓഫ് റോഡിൻ്റെ ഒരു മൊബൈൽ ഹോൾഡറും കൂടി നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഈ ഒരു മൊബൈൽ ഹോൾഡർ കേട്ടോ ഇതിന് ഫിറ്റ് ചെയ്യാൻ പോണത്. ഓഫ് റോഡേഴ്സൊക്കെ വെക്കുന്നതാണ്. 2,450 ഇതിൻ്റെ MRP വരുന്നത്. കാരണം ഇത് ഷെയ്ക്ക് ചെയ്യുക, മൊബൈൽ ചാടിപ്പോരോ ഒന്നും ഉണ്ടാവില്ല. JB റേസിങ്ങിൻ്റെ ബ്രാൻഡഡ് മൊബൈൽ ഹോൾഡറാണ് നമ്മൾ ഈ വണ്ടിക്ക് ഫിറ്റ് ചെയ്യാൻ പോണത്. പിന്നെ റേസിൻ്റെ ഒരു ഫ്രണ്ട് ടയർ നമ്മൾ ഇതിന് ഫിറ്റ് ചെയ്ത് കൊടുക്കും. വണ്ടി നമ്മളിപ്പോൾ റാമ്പിൽ നിന്ന് പൊക്കാണ് കേട്ടോ. ഇതിൻ്റെയും ഈ സൈലൻസറൊക്കെ അഴിക്കണ തിരക്കിലാണ്. അപ്പോൾ ഞാനിത് അഴിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. വീഡിയോ ഒരുപാട് ലെങ്തി ആവും. ഒറിജിനൽ പീസ് നമ്മൾ മാറ്റിയിട്ട് പുതിയ പീസ് വെക്കിയിട്ട് ബെൻഡ് പൈപ്പിൻ്റെ ഒരു പോർഷൻ നമ്മൾ മാറ്റും. എന്നിട്ടാണ് ഇതിൽ ഫിറ്റിങ്സ് വരിക. നമ്മൾ സൈലൻസർ അഴിച്ചിട്ടുണ്ട്. പാക്ക് പൊട്ടിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ പഴയ ബെൻഡ് പൈപ്പിൻ്റെ ഒരു പോർഷൻ നമ്മൾ മാറ്റും. അപ്പോൾ ഇതിൽ കണ്ടോ പാക്കിൽ തന്നെ ഒരു പുതിയ പോർഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ലാമ്പ്, പിന്നെ റെഡ് റൂസ്റ്ററിൻ്റെ ഒരു
കിഡിലൻ എക്സോസ്റ്റും ഉണ്ട്. പിന്നെ ഗ്യാരണ്ടി കാർഡ് എല്ലാത്തിലും ഉണ്ടാവും. റെഡ് റൂസ്റ്ററിൻ്റെ എക്സോസ്റ്റ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യാണ്. മറ്റേ എക്സോസ്റ്റിനേക്കാളും ഇത്രയും കൂടിയും ഷേപ്പ് ഉണ്ട് കേട്ടോ. ഒരു നല്ലൊരു ബൾക്കായിട്ട് തോന്നുന്നുണ്ട് ഈ എക്സോസ്റ്റ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല അതിനേക്കാളും ചിലപ്പോൾ കാണാൻ ഉഷാറായിരിക്കും തോന്നുന്നു. പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ കൺവേർട്ടർ ഒഴിവാക്കിയിട്ട് ഈ ഒരു പോർഷനാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് റെഡ് റൂസ്റ്ററിൻ്റെ പാക്കിൽ തന്നെ വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു റെഡ് റൂസ്റ്ററിൻ്റെ പവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. റെഡ് റൂസ്റ്ററിൻ്റെ എക്സോസ്റ്റും ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇതൊരു ക്രോം കളറും ഇതൊരു മാറ്റ് കളറുമാണ് കേട്ടോ വരുന്നത്. രണ്ടും രണ്ട് ഷെയ്ഡിലാണ് നിൽക്കുന്നത്. അതിൻ്റെ പുറത്ത് നമ്മൾ ഈ ഒരു ഇതും അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ഇതെവിടെ ഫിറ്റ് ചെയ്യുക? ആ, അപ്പോൾ അത് കാണില്ല. അപ്പോൾ ആ കളറ് കാണില്ല. അപ്പോൾ കറക്റ്റായിരിക്കും. നമ്മളിനി ഈ വണ്ടിക്ക് എൻഗേജിൻ്റെ എയർ ഫിൽറ്ററും ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. കിഡിലൻ പെർഫോമൻസ് ആയിരിക്കും ഇനി മുതൽ ഈ വണ്ടി ഉണ്ടാവുക. പിന്നെ ഓൾറെഡി നമ്മുടെ ബെൽറ്റ് ഡ്രൈവ് ഫിറ്റ് ചെയ്ത വണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഫിറോസ് ഖാൻ്റെ വണ്ടിയാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫിറോസ് ഖാ ബെൽറ്റ് ഡ്രൈവിനെ കുറിച്ചിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയണത്. ഇനി നമ്മളിതിൽ പെർഫോമൻസ് എയർ ഫിൽറ്റർ ആയിട്ടുള്ള എൻഗേജിൻ്റെ എയർ ഫിൽറ്ററും കൂടി നമ്മളിതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. എൻഗേജിൻ്റെ ഹൈപ്പർ ഫ്ലോ എയർ ഫിൽറ്ററാണ് നമ്മളിതിൽ ഫിറ്റ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നെറ്റും കാര്യങ്ങളൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെർഫോമൻസ് എക്സോസിൽ ഏറ്റവും ബെസ്റ്റ് എയർ ഫിൽറ്ററാണ് കേട്ടോ എൻഗേജിൻ്റെ ഈ ഒരു ഹൈപ്പർ ഫ്ലോ എയർ ഫിൽറ്റർ. ഇതിന് ഒരുപാട് ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പഴയ എയർ ഫിൽറ്റർ. ഒന്നും ആയിട്ടില്ല, നല്ല ഫ്രഷ് ലുക്ക് തന്നെയാണ്. പക്ഷേ നമുക്ക് പെർഫോമൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും നല്ലൊരു എയർ ഫിൽറ്റർ മാറ്റിയിട്ട് നമ്മൾ എൻഗേജിൻ്റെ എയർ ഫിൽറ്റർ വെക്കുന്നത്. എൻഗേജിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ MRP എന്ന് പറയുന്നത് 3000 റുപ്പീസാണ്. നമ്മളങ്ങനെ ഫിറ്റിംഗ് ചാർജും കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല. അടിപൊളി എയർ ഫിൽറ്ററാണ് കേട്ടോ. എക്സോസ്റ്റ് എന്നാണ് പറയുന്നത്, കാരണം എക്സോസ്റ്റ് ഇപ്പോൾ 2 ഫിറ്റ് ചെയ്തിട്ട് അതിന് പറഞ്ഞിട്ട് എയർ ഫിൽറ്റർ. ഇതെന്ത് മെറ്റീരിയലാണ്? കോട്ടൺ. ഇതോ? പേപ്പർ. ആ, ഇതൊരു പേപ്പർ മെറ്റീരിയലാണ്, ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ്. അത് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്റ്റിഫ്നെസ് അറിയുന്നുണ്ട്. 1 lakh കിലോമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ലൈഫ്. അതേസമയം ഇത് വന്നിട്ട് ഒരു അടുത്ത ഓയിൽ ചേഞ്ചിൽ മാറ്റേണ്ടി വരും, അങ്ങനെയല്ലേ? 10,000 കിലോമീറ്റേഴ്സാണ് ഈ ഒരു നോർമൽ എയർ ഫിൽറ്റർ കൊടുക്കുന്നുള്ളൂ. ഈ ഒരു എയർ ഫിൽറ്റർ വന്നിട്ട് 1 lakh കിലോമീറ്റേഴ്സാണ് കമ്പനി പറയുന്നത്. എല്ലാ 15,000ലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതി ഈ ഒരു എയർ ഫിൽറ്റർ. അതുപോലെ തന്നെ ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിലും ആൾ നല്ല 2 lakh അബോ ആ ഒരു റേഞ്ചിലാണ് വെച്ചിട്ടുള്ളത്. കാരണം ആൾക്ക് അത്യാവശ്യം ഓട്ടമുള്ള ആളാണ് കസ്റ്റമർ. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ നമുക്കൊരു കീ ചെയിനും ഒരു സ്റ്റിക്കറും വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. എൻഗേജിൻ്റെ അത്യാവശ്യം അറിയുന്നവർക്ക് അറിയാൻ പറ്റും കേട്ടോ. എൻഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പെർഫോമൻസിൻ്റെ ആക്സറീസാണ് അവർ കൊടുക്കുന്നതെന്നുള്ളത്. ഹൈ പെർഫോമൻസ് എക്സോസ്റ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ ഹൈ പെർഫോമൻസ് എയർ ഫിൽറ്ററും കൂടി ഫിറ്റ് ചെയ്യണം, നിർബന്ധമായിട്ടും ഫിറ്റ് ചെയ്യുക. എന്നാലാണ് അതിൻ്റെ ആ ഒരു ഫുള്ളായിട്ടുള്ളൊരു കംപ്ലീറ്റ് പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കസ്റ്റമർ എന്തായാലും നമ്മൾ പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യങ്ങളും ആൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തോന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്. വണ്ടിക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഹൈയും ലോ ഡുവൽ ഹോണും കൂടി ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഓൾറെഡി സിംഗിൾ ഹോൺ മാത്രമേ വരുന്നുള്ളൂ, ഹൈ മാത്രമേ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഹൈയും ലോ ആയിട്ടുള്ള
ഒരു ഹോണ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ 2 വണ്ടിക്ക്, അതായത് റോയൽ എൻഫീൽഡ് ക്ലാസിക് റീബോണിനും അതുപോലെ തന്നെ ഹോണ്ട ഹൈനസിനും റെഡ് റൂസ്റ്റർ ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വ്യൂവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇങ്ങനത്തെ വീഡിയോസ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റെഡ് റൂസ്റ്ററിൻ്റെ വീഡിയോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് റെഡ് റൂസ്റ്ററിൻ്റെ പ്രൈസ് വരുന്നത് 10,700 സംതിങ് ആണ്. ഈ ഒരു വണ്ടിക്ക് വരുന്നത് വെറും 10,000 വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് നമുക്ക് എൻഗേജിൻ്റെ എയർ ഫിൽറ്ററും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ JB റേസിങ്ങിൻ്റെ ഒരു മൊബൈൽ ഹോൾഡറും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇതിൽ ബെൽ ഡ്രൈവ് ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടി എന്തുകൊണ്ടും നല്ലൊരു പെർഫോമൻസും അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യത്തിലായാലും ലോങ് ലാസ്റ്റിംഗ് ഒക്കെ നോക്കിയിട്ടാണ് കസ്റ്റമർ വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു വണ്ടിയാണെങ്കിലും ഒരുപാട് ഫിറ്റിങ്സ് ഉള്ള വണ്ടിയാണ്. ജെറിക്കാൻ ഉണ്ട്, ടോപ്പ് ബോക്സ് ഉണ്ട്, ഫോഗ് ലൈറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ക്രാഷ് ഗാർഡ് വിത്ത് സ്ലൈഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഇവർ വണ്ടികൾ നമ്മളിപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാണ്. ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് വണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് ബൈ ഫ്രം ഗാരേജ് 51.